ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പി പാസ്തയാണ്. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. സബോള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. സബോള ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട, ചെറുതായി ഒന്ന് വഴന്നു കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ പാസ്തയും സബോളയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ബട്ടറിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വെക്കുക. മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ സോൾട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നീട് ലാസ്റ്റ് സോൾട്ട് വേണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാസ്ത വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാസ്ത ഒരു പകുതി വേവായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക്. അപ്പം ഞാൻ തൽക്കാലം ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഒരു കപ്പ് ക്യാരറ്റ്, ഒരു കപ്പ് പൊട്ടറ്റോ ഇവയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. വെജിറ്റബിൾസും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ചെറുതായി ഒന്ന് ചൂടായാൽ മതി. അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലായി സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുക.
ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പി പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പി പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോയുമായി.